ബഹുരാഷ്ട്ര കമ്പനികൾ വരെ എത്തുന്നുണ്ട് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഈ ജോബ് ഫെയറിന്. 2000-ലധികം പേർക്ക് തൊഴിൽ നൽകും എന്നുള്ള ഉറപ്പ് കണ്ണൂർ കോർപ്പറേഷൻ നൽകുമ്പോൾ ഏതൊക്കെ കമ്പനികളാണ് ഇവിടെ വരുന്നത് എന്നത് ഏറെ പ്രത്യേകതയുള്ളതാണ്. അതൊക്കെ നമ്മൾ വിശദമായി പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ നിരവധി കൗണ്ടറുകളൊക്കെ ഇവിടെ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. 10,000-ഓളം പേർ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തിരക്ക് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വിപുലമായ സംവിധാനമാണ് ഈ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ ഈ ജോബ് ഫെയറുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത്. ഓരോ കമ്പനികൾക്കും സ്റ്റാളുകൾ, വ്യത്യസ്തമായി ഇരിപ്പിടങ്ങളൊക്കെ തന്നെയുണ്ട്. ഇവിടെയൊക്കെ ഓരോ ആളുകൾക്കും എത്തി തങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും മറ്റും കാണിച്ച് തൊഴിൽ നേടാനുള്ള അവസരമാണ് കണ്ണൂർ കോർപ്പറേഷൻ ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു തദ്ദേശ ഭരണ സ്ഥാപനം ഇത്രയും വിപുലമായ ഒരു ജോബ് ഫെയർ ഒരുക്കുന്നത്. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കണ്ണൂർ കോർപ്പറേഷൻ. കണ്ണൂർ ജില്ലയിലുള്ളവർ മാത്രമല്ല, സംസ്ഥാനത്തെ ഏത് ജില്ലയിൽ നിന്നും ആളുകൾക്കും ഈ ജോബ് ഫെയറിൽ പങ്കെടുക്കാമെന്നാണ് മേയർ മുസ്ലിം മഠത്തിൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമായ ഈ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിന് ചെയ്യാൻ കഴിയും, ആ ചിന്ത അതാണ് ഈ ജോബ് ഫെയറിൽ കണ്ണൂർ കോർപ്പറേഷനെ എത്തിച്ചിട്ടുള്ളത്. ഇതേക്കുറിച്ച് മേയർ മുസ്ലിം മഠത്തിൽ തന്നെ നമ്മളോട് സംസാരിക്കും. മേയർ, ഇത്രയും വിപുലമായ ഒരു ജോബ് ഫെയർ എങ്ങനെയാണ് ആലോചനയിലേക്ക് വന്നത്? തീർച്ചയായും കണ്ണൂർ കോർപ്പറേഷൻ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമുമായിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഇന്ന് തൊഴിൽ ഇല്ല എന്നുള്ളതല്ല വിഷയം. തൊഴിലുണ്ട്, പക്ഷേ ആ തൊഴിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ വിഷയം. നമുക്ക് നല്ല നല്ല കമ്പനികൾ അതൊക്കെ എവിടെയൊക്കെ ഉണ്ട്, അവിടെ എങ്ങനെ തൊഴിൽ കിട്ടാം എന്നൊന്നും ഒരു സാധാരണക്കാരൻ്റെ സമൂഹത്തിൽ അറിയില്ല എന്നുള്ളതാണ് വസ്തുത. അതുപോലെ വിദേശത്ത് തൊഴിൽ തേടി ഒരുപാട് ആളുകൾ പോകുന്നു, വഞ്ചിക്കപ്പെടുന്നു. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള വിസയില്ല, അതുപോലെ പറഞ്ഞ ശമ്പളമില്ല. അങ്ങനെ പോയതുപോലെ തിരിച്ചു വരുന്ന സ്ഥിതിയൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്ന രീതിയിലാണ് കോർപ്പറേഷൻ ഇത്തരം ഒരു പരിപാടിയുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരുപാട് സ്വകാര്യ കമ്പനികളൊക്കെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ജോബ് ഫെയർ നടത്താറുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ കോർപ്പറേഷനാണ് ഗ്യാരണ്ടി. കോർപ്പറേഷൻ ഗ്യാരണ്ടി എന്നുകൊണ്ട് വിദേശത്തും അതുപോലെ സ്വദേശത്തുമുള്ള ഒരുപാട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഇവിടെ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നാളെ വരികയാണ്. ഒരുപാട് ആളുകൾ നേരത്തെ രജിസ്ട്രേഷൻ തന്നെ നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷൻ വെച്ചപ്പോൾ 9,000 കഴിഞ്ഞു. ഏതാണ്ട് 10,000-ഓളം ആളുകളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നല്ല തൊഴിൽ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് തൃപ്തികരമായ, അവനെ ബാർഗെയിൻ ചെയ്ത് അവനക്ക് എത്ര ശമ്പളം കിട്ടും എന്ന് ബാർഗെയിൻ ചെയ്ത് ജോലിയിൽ കയറാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഇത്തരം ജോബ് ഫെയറുകളെ ഒക്കെ നമ്മൾ മുന്നേയും കണ്ടിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ഈ രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കാറുണ്ട്. അപ്പോൾ അതൊരു ജോലി കൊടുക്കുക എന്നതിനേക്കാൾ അവർക്ക് ലാഭമുണ്ടാക്കുക എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ജോബ് ഫെയറാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. അത്തരം ഒരു പരിപാടിയും ഇവിടെയില്ല. ഇല്ല, തീർച്ചയായും ഇല്ല. ഒരു തദ്ദേശ സ്ഥാപനമാകുമ്പോൾ ഒരു സാമൂഹിക പ്രതിബദ്ധത ഉണ്ട് എന്നുള്ളതാണ്. ആ സാമൂഹിക പ്രതിബദ്ധത നിറവേറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. ഒരു രൂപ പോലും ഉദ്യോഗാർത്ഥിയിൽ നിന്ന് വാങ്ങാതെയാണ് ഇത്രയും വിപുലമായ സൗകര്യങ്ങൾ സ്പോൺസർഷിപ്പോടുകൂടി കണ്ണൂർ കോർപ്പറേഷൻ ഒരുക്കിയിട്ടുള്ളത്. നമ്മളോട് സഹകരിക്കുന്നത് ബ്രാൻഡ് ബേ ആണ്. ബ്രാൻഡ് ബേ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ദുബൈയിലും അതുപോലെ കണ്ണൂരിലും ഓഫീസൊക്കെയുള്ള ബ്രാൻഡ് ബേ ടീം നമ്മളോട് നന്നായി സഹകരിച്ചുകൊണ്ട് ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുന്നത് നമ്മളോടൊപ്പം കൂടെ തന്നെയുണ്ട്. എന്തായാലും ഇത്തരമൊരു ആശയം മുന്നോട്ട് വച്ചപ്പോൾ എല്ലാവരും ഏത് രീതിയിലാണ് പ്രതികരിച്ചത്? തീർച്ചയായും വളരെ ജനങ്ങൾ അത് ഏറ്റെടുത്തു. ആദ്യമായി നമ്മൾ കൗൺസിലൊക്കെ അവതരിപ്പിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം കൗൺസിലേഴ്സും അതുപോലെ നമ്മുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരൊക്കെ ഏറ്റെടുത്തു. അത് നമ്മൾ പൊതുജന മധ്യ അവതരിപ്പിച്ചപ്പോൾ അത് രണ്ടും കൈയും കെട്ടി നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഒരു വസ്തുത. അതുതന്നെയാണ് രജിസ്ട്രേഷൻ. നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷൻ 2 മാസമാകുമ്പോഴേക്കും 10,000-ഓളം അടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ സ്വീകാര്യതയുടെ ഏറ്റവും വലിയ തെളിവ്. ഇത്തരം ഒരു സംവിധാനം, അതായത് ഇങ്ങനെ ഒരു വിപുലമായ ജോബ് ഫെയർ സംസ്ഥാനത്ത് ഒരു തദ്ദേശ ഭരണ സ്ഥാപനം ആദ്യമായാണ് എന്ന് കേൾക്കുന്നുണ്ട്. ഇത്രയും വിപുലമായ ഒരു ജോബ് ഫെയർ, അതും സംസ്ഥാനത്തെ എല്ലാ ആളുകൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിൽ കണ്ണൂരിലെ ഒരു തദ്ദേശ ഭരണ സ്ഥാപനം മുൻകൈയെടുക്കുക, അത് ആദ്യമായാണോ? തീർച്ചയായും അങ്ങനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു തദ്ദേശ സ്ഥാപനം ഏറ്റെടുക്കാത്ത ഒരു ടാസ്ക്കാണ് നമ്മളിവിടെ ഏറ്റെടുത്തിട്ടുള്ളത്. സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾക്കും പങ്കെടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള രജിസ്ട്രേഷനൊക്കെ ഒരുക്കിയിട്ടാണ്
ഇവിടെ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഏതൊരാൾക്കും ഈ സംസ്ഥാനത്ത് പുറത്തുള്ള ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും വരാം. കാരണം നമ്മൾ പിന്നെ അങ്ങനെ ലിമിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ആ രീതിയിൽ ആർക്കും വന്ന് പിന്നെ പങ്കെടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമായ തൊഴിൽ തേടി പോകാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വിപുലമായ ഒരു സംവിധാനം ഒരു തദ്ദേശ സ്ഥാപനവും കേരളത്തിൽ ഒരുക്കിയിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്തായാലും നമ്മളോടൊപ്പം ഇതിൻ്റെ കോർഡിനേറ്റർ മൂസ ഷിഫ കൂടി ചേരുകയാണ്. എന്തൊക്കെ സംവിധാനങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങളുടെ കോർഡിനേഷൻ, എന്തൊക്കെയാണ്? ഏതായാലും ഈ ഗ്ലോബൽ ജോബ് ഫെയർ എന്നുള്ളൊരു കൺസെപ്റ്റ് മേയർ മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടി. അതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം നമുക്ക് ദുബായിലും നാട്ടിലും ഓഫീസുള്ളത് കൊണ്ട് തന്നെ നമുക്ക് GCC രാജ്യങ്ങളിലുള്ള പിന്നെ കമ്പനികളെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്ലോബൽ ജോബ് ഫെയർ എന്നുള്ളൊരു കൺസെപ്റ്റ് മേയർ മുന്നിലേക്ക് പിന്നീട് നമ്മൾ അവതരിപ്പിക്കുമായിരുന്നു. മേയർ അതിന് പൂർണ്ണമായ പിന്തുണയാണ്. നമ്മുടെ സ്പോൺസർമാരെ കണ്ടെത്തുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം നല്ല സപ്പോർട്ട് ചെയ്തു. വിദേശ കമ്പനികൾ ഇവിടെ എത്തുന്നുണ്ട്. GCC കൺട്രീസിൽ നിന്നുള്ള ദുബായിൽ നിന്നുള്ള ലീഡിംഗ് ആയിട്ടുള്ള അൽമദീന ഗ്രൂപ്പ്, അതുപോലെ മെഡിക്കൽ രംഗത്തുള്ള ഗ്രൂപ്പുകൾ, അങ്ങനെ കുറേ ഗ്രൂപ്പുകൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 10-25ഓളം വിദേശ കമ്പനി GCCയിലുള്ള നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ കമ്പനികൾ തന്നെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടെന്നുള്ളത്. വിദേശത്തും ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. വിദേശത്തും കൺസ്ട്രക്ഷൻ മേഖലയിലാണെങ്കിലും റീറ്റെയിൽ മേഖലയിലാണെങ്കിലും ധാരാളം തൊഴിലവസരങ്ങളുള്ള കമ്പനികൾ ഇവിടെ നാളെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും എന്തെങ്കിലും നിബന്ധനകളുണ്ടോ ജോലി കിട്ടുന്നതിനും മറ്റും? ജോലി കിട്ടുന്നതിന് പ്രത്യേകിച്ച് ആ കമ്പനികൾ നമ്മളിതൊരു പ്ലാറ്റ്ഫോം ഒരുക്കുകയാണ് ചെയ്യുന്നത്. കോർപ്പറേഷൻ്റെ സഹായത്തോടു കൂടി ഇവിടെ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുകയാണ് ചെയ്യുന്നത്. എംപ്ലോയീസിനെയും കണക്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എംപ്ലോയേഴ്സിൻ്റെ പിന്നെ അവരുടെ കമ്പനിക്ക് പോളിസി അനുസരിച്ചിട്ടുള്ള വേക്കൻസി ഫില്ല് ചെയ്യുന്നതിന് അവർക്ക് കാൻഡിഡേറ്റ്സിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഓഫർ ലെറ്റർ കൊടുക്കുക മുതലുള്ള അങ്ങോട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യേണ്ടത് അവരാണ്. മറ്റുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഒരു സൗകര്യം ഒരുക്കുന്നു. എംപ്ലോയേഴ്സിന് കാണാനുള്ള ഒരു സൗകര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഈ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൂടെ നമുക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി, ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്നും കാസർഗോഡ് ജില്ലയിൽ നിന്നും വയനാട് ജില്ലയിൽ നിന്നൊക്കെ ആളുകൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ടെക്നോളജി, അതുപോലെ കൺസ്ട്രക്ഷൻ, മെഡിക്കൽ, പിന്നെ എഡ്യൂക്കേഷൻ രംഗത്തൊക്കെയുള്ള ആളുകൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും 2000-ലധികം പേർക്ക് തൊഴിൽ കിട്ടും എന്നതാണ് നിങ്ങളുടെ ഒരു വാഗ്ദാനം. ഓപ്പർച്യൂണിറ്റീസ് 2000-ന്റെ മുകളിലുണ്ട്. പക്ഷേ വരുന്ന കാൻഡിഡേറ്റ്സ് അതിനെ എക്വിപ്ഡ് ആണോ എന്നുള്ളതാണ് പ്രശ്നം. അവർ ഓൾറെഡി എക്വിപ്ഡായ കാൻഡിഡേറ്റ്സ് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2000-ൽ കൂടുതൽ ആളുകൾക്ക് തന്നെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഓരോ കമ്പനി 200-ലധികം വേക്കൻസിയുള്ള കമ്പനികളൊക്കെ വരുന്നുണ്ട്. അപ്പം അത് നമ്മുടെ അത് പരിധിയിൽ നിൽക്കുന്നതല്ല. എന്തായാലും അവസരങ്ങളുണ്ട്. ആളുകൾക്ക് അത് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് പ്രശ്നമുള്ളത്. നിങ്ങൾ ഇവിടെ കുറേ ഇങ്ങനെ ഈ ചെയറും കസേരയും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെയാണ്, എന്താണ്, ഓരോ കമ്പനിക്ക് വേണ്ടിയാണോ? ഈ ഓരോ സ്റ്റാളുകളും ഓരോ കമ്പനികളെയാണ് നമ്മുടെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തൊക്കെ നിങ്ങൾ പേര് കാണാം, ഒരു ബ്രാൻഡിംഗ് ഒക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. അവർ രാവിലെ ആകുമ്പോഴത്തേക്കൊക്കെ സെറ്റാവും. അപ്പോൾ ഓരോരോ കമ്പനികൾക്ക് വേണ്ടി ഓരോ സ്റ്റാളുകളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും തിരക്ക് ഒഴിവാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഏറ്റവും പ്രത്യേകം എടുത്ത് പറയേണ്ടത്. ടിക്വർ ഇവൻറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ മുഴുവൻ ആളുകൾക്കും ഡിജിറ്റൽ ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4 സ്ലോട്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. രാവിലെ 9 മണിക്ക്, 12 മണിക്ക്, പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക്, 12 മണിക്ക് എന്ന രീതിയിൽ മുഴുവൻ ആളുകളെ നമ്മൾ ടോക്കൺ സംവിധാനത്തിലൂടെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്കൊഴിവാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും മൂസ ഷിഫയാണ് ഇതിൻ്റെ കോർഡിനേറ്റർ. അദ്ദേഹമാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചത്. കണ്ണൂർ കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്. ഷാഹിന മൊയ്തീനുണ്ട്, സിയാദ് തങ്ങളുണ്ട്. എല്ലാവരും ഈ പ്രോഗ്രാം വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കഴിഞ്ഞ 2-3 മാസമായി നിങ്ങൾ ഇതിൻ്റെ പ്രവർത്തനത്തിലാണ്. തീർച്ചയായിട്ടും നമ്മുടെ എന്താ പറയുക, കോർപ്പറേഷൻ പരിധിയിലെ അതിൽ പുറത്തുള്ളവരും ഒരുപാട് അഭ്യസ്തവിദ്യരായ, ജോലി കിട്ടാൻ സാധ്യതയില്ലാത്ത, അതായത് ജോലി ഉണ്ടായിട്ടും മേയർ പറഞ്ഞതുപോലെ ആ ജോലി എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് അത്തരം സാധ്യതകൾ മുന്നിൽ കൊണ്ടുകൊടുക്കുക എന്നുള്ള ഒരു മഹത്തായ ഉദ്ദേശമാണ് നമ്മൾ നിറവേറ്റുന്നത്. സന്തോഷമുണ്ട്, വിജയകരമാവും, അതുകൊണ്ട് ഗുണമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഷാഹിന മൊയ്തീൻ. നമ്മുടെ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ നാളെ മുതൽ പ്രൗഢഗംഭീരമായ ഒരു വിരുന്ന് സൽക്കാരം എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ കണ്ണൂരിനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ കണ്ണൂരിന് പുറത്തുള്ളവർക്കായാലും വിദ്യാഭ്യാസം നേടിയിട്ട് എല്ലാവരും വീട്ടിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. സർട്ടിഫിക്കറ്റും കയ്യിൽ വെച്ചിട്ട് ഇതെന്താ ചെയ്യുന്നതെന്നുള്ള അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഉത്തരം കണ്ടെത്തേണ്ടുന്ന ഒരു വേദിയായിട്ടാണ് നമ്മൾ നാളെ ഇതിനെ ഞങ്ങൾ മനസ്സിൽ കാണുന്നതും സങ്കല്പിക്കുന്നതുമല്ല. അപ്പോൾ അത് സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കോർപ്പറേഷനിലെ ഭരണസാരഥികൾക്കെല്ലാം ആ ഒരു നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഈ സമയത്തും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ഒരു അമ്മ എന്നുള്ള രീതിയിൽ മക്കൾക്കൊക്കെ ജോലി കിട്ടുമ്പോഴുണ്ടായ ഒരു സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ കുറേ ആൾക്കാർക്ക് ജോലി നൽകാനൊക്കെ കഴിയും എന്ന് കേൾക്കുമ്പോഴൊരു സന്തോഷം എങ്ങനെയാണ്? അത് നമ്മൾ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം പല പ്രദേശത്തും ഇപ്പോൾ ജോലിയില്ലാതെയും
ജോലി ഇല്ലാതെ മാത്രമല്ല, ജോലി ഉണ്ടെങ്കിലും പഠിച്ചിട്ട് പല ഇതിലും ഇങ്ങനെ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഉണ്ട്. അവർക്ക് ഏറ്റവും നല്ലൊരു ജോലി നേടിക്കൊടുക്കുവാനും അവർക്ക് അറിയാതെ എന്തൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അറിയാതിരിക്കുന്നതിന് അതിനു വേണ്ടിയുള്ള പല 100ഓളം സ്റ്റാളുകളുടെ ഒരുക്കിക്കൊണ്ട് കോർപ്പറേഷൻ 2 ദിവസം 11, 12 തീയതികളിൽ എല്ലാവർക്കും ജോലി കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഇത് തുടങ്ങിയിട്ടുള്ള. എല്ലാ കൗൺസിലർമാരും മേയറും നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മുടെ പ്രദേശത്ത് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളം ഒട്ടുക്കുമുള്ള ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടിയുള്ള നല്ല കഠിന പ്രയത്നമാണ് ഈ ദിവസങ്ങളിൽ നടത്തിയത്. നാളെയും മറ്റന്നാളും കൊണ്ട് അതിനൊരു തീരുമാനമാകുമെന്ന് കരുതുന്നു. എന്തായാലും 10,000-ത്തിലധികം ആളുകൾ ഇവിടെ എത്തും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 10,000 അല്ല, അതിന് മുകളിൽ എത്തിയാലും ഒരു തരത്തിലുള്ള പ്രയാസങ്ങളുമില്ലാതെ തിരക്കില്ലാതെ ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ കമ്പനികൾക്കും വ്യത്യസ്തമായ സ്റ്റാളുകളുണ്ട്. ആ സ്റ്റാളുകളൊക്കെ തന്നെ ഓരോ ആളുകളെയും നിശ്ചയിക്കും. ഓരോ ആളുകളുടെ അഭിരുചിക്ക് അനുസരിച്ച് ഓരോ ആളുകൾക്കും ഓരോ സ്റ്റാളിലെത്താം. വിപുലമായ പ്രദർശനം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ജോലി ലഭിച്ചില്ലെങ്കിൽ കൂടി മറ്റെവിടെയെങ്കിലും ജോലി എങ്ങനെ ലഭിക്കും എന്നതിനെക്കുറിച്ച് ക്ലാസുകളുണ്ട്. 2 ദിവസം സെമിനാറുകളുണ്ട്, പ്രദർശനമുണ്ട്. അങ്ങനെ വിപുലമായ എല്ലാ ക്രമീകരണങ്ങളോടും കൂടിയാണ് കണ്ണൂർ കോർപ്പറേഷൻ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിന് റോഡും പാലവും പൊട്ടിപ്പൊളിഞ്ഞ റോഡും പാലവും ഒക്കെ ടാർ ചെയ്യുക, അല്ലെങ്കിൽ ജനങ്ങളുടെ മറ്റാവശ്യങ്ങൾ നിറവേറ്റുക, അതിനൊപ്പം തന്നെ ജനങ്ങൾക്ക് തൊഴിൽ നൽകുക എന്ന ദൗത്യം കൂടിയാണ് ഒരു തദ്ദേശ ഭരണ സ്ഥാപനം ഏറ്റെടുത്തിട്ടുള്ളത്. കണ്ണൂർ മാതൃകയാവുകയാണ് കേരളത്തിന്. കണ്ണൂർ കോർപ്പറേഷൻ മാതൃകയാവുകയാണ് കേരളത്തിന്. ആ മാതൃക വിജയത്തിലെത്തട്ടെ എന്ന ആശംസയോടെ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.